ഹരേ 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 രാമ 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 ഹരേ ഹരേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ആനന്ദലീലാമയ വിഗ്രഹായ ഹേമാഭദിവ്യശ്ച വിസുന്ദരായ തസ്മൈ മഹാപ്രേമരസപ്രദായ ചൈതന്യചന്ദ്രായ നമോ നമസ്തേ. കഥഞ്ജന സ്മൃതേ യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. നമാമി ദേവം കരുണാനിധാനം കമാലവർണം സുഗിതാവതാരം അപാര സംസാര സമുദ്രസേതും ഭജാമഹേ ഭാഗവത സ്വരൂപം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം ശ്രീചൈതന്യമീശ്വരം പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. യസ്വാനുഭാവമഖില സ്മൃതിസാരമേകം അധ്യാത്മദീപമതിതീർഷദന്തമോന്തം സംസാരിണം കരുണയാഗപുരാണഗുഹ്യം തം വ്യാസസൂനുപയാമി ഗുരും മുനീനാം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരു ഭാഗവതം ക്ലാസ്സിലേക്ക് കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവരും വൈകുണ്ഠ ഏകാദശിയൊക്കെ നോച്ച് നല്ല പ്യുവർ സോൾസ് ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ. എല്ലാവർക്കും ഇന്ന് എല്ലാവരും ഭാഗവതം പഠിക്കാനും അതുപോലെ കഥകള് മോളൊക്കെ പറഞ്ഞ കഥകളൊക്കെ കേട്ട് അങ്ങനെ ഭഗവാനെ അവരുടെ വലിയ റെസ്പെക്റ്റിനേക്കാൾ അപ്പുറം പ്രേമത്തിനാണ് ഭാവം. പ്രേമം തന്നെയാണ് ഭഗവാന് വേണ്ടതെന്നും അതുകൊണ്ട് നമ്മള് പ്രേമം കൊടുക്കാൻ ആ പ്രേമത്തോടു കൂടി ഭഗവാനെ കാണണമെന്നൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും അങ്ങേയറ്റ ഭാവത്തിൽ എത്തിച്ചേർന്നു അതല്ലേ. എല്ലാവർക്കും മാനസികമായിട്ടൊരു മാറ്റം കുട്ടികൾ പറയുമ്പോഴെങ്കിലും അതിലൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാകും അല്ലെ. പറയുന്നതൊക്കെയും ബാക്കിയുള്ളവർ പറയുന്നതൊക്കെ അപ്പം മറന്നങ്ങ് പോകും. എന്നാലും ആ കുട്ടി പറഞ്ഞത് ഇതാണ് എന്ന് കേൾക്കുമ്പോഴേ അതിലൊരു ശ്രദ്ധയെങ്കിലും വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധം 14-ാം അധ്യായം 24 ശ്ലോകം വരെ എടുത്തെന്ന് തോന്നുന്നു. 25 ഇന്ന് ഉള്ളത്. ഹരേ കൃഷ്ണ. പ്രഭു ശ്ലോകം ഇട്ടായിരുന്നോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി അതൊന്ന് ഗ്രൂപ്പിൽ ഇട്ടു പറഞ്ഞ മാതാജി പറയുമ്പോ കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റും. ഇല്ലാത്തവർക്ക് ചിലപ്പോ പ്രഭു ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് മാതാജി. ഹരേ കൃഷ്ണ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളപ്പോഴേ 24-ാമത്തെ ശ്ലോകത്തിലെ നമ്മളെ ദർശിച്ചത് എന്താണ്? അപ്പം എന്താണ് ഇതുവരെയുള്ള കഥ ഒന്ന് ചുരുക്കി പറഞ്ഞ ആരെങ്കിലും ഒന്ന്. ഹരേ കൃഷ്ണ. മാതാജീസ് പ്ലീസ്. മാതാജിയോ പ്രഭുസോ ആരായാലും മതി. ഒന്നൊന്ന് ഓടിച്ചൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞേച്ച് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു. നമ്മൾ കണ്ടിട്ടും എൻ്റെ അനിയന്മാരെയും ഒക്കെ കണ്ടിട്ട് ഒത്തിരി ദിവസമായി. ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ ബുധനാഴ്ച വേറെ ആളാണ് എടുത്തത്, ഞാനല്ല. അപ്പം ഇതങ്ങ് മറന്നുപോയി അല്ലേ എല്ലാവർക്കും. ആർക്കും എന്താ പഠിച്ചതെന്നൊരു ഓർമ്മയില്ല ഇല്ലയോ. ഹരേ കൃഷ്ണ.
എന്തെങ്കിലും മനസ്സിലുണ്ടോ? നമ്മൾ ഭാഗവതം ബുക്ക് എടുത്തും ഇത്രയും വലിയ ബുക്ക് എടുത്ത് നമ്മൾ കൈ പിടിക്കുന്നു, അതിന്റെ ഒരു ഫലമെങ്കിലും നമുക്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ. ആരെങ്കിലും ഓർക്കുന്നോ എന്തെങ്കിലും? മാതാജി, രാജാ യുധിഷ്ഠിരൻ 24ാമത്തെ ഹരേ ശ്ലോകത്തിൽ കൃഷ്ണ. പറഞ്ഞ കാര്യങ്ങള് ഹൃദയപൂർവകമായ ഉത്കണ്ഠകളാൽ വിവർണനായ അർജുനനെ ഭൂമിയിൽ സംഭവിച്ച ദുഃഖശകനങ്ങളെ ദർശിച്ച് ഇപ്രകാരം സ്വയം ചിന്തിച്ചിരിക്കെ യദുപുരിയില് നിന്നും അർജുനൻ മടങ്ങിയെത്തിയവരെയാണ് 24ാമത്തെ ഇതിൽ പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങളിൽ നിന്ന് വീഴുന്ന എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ് എനിക്കത്. കാരണം ഞാൻ അങ്ങോട്ട് 1000 പ്രാവശ്യം പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ വിലയാണ് നിങ്ങളിൽ നിന്ന് വീഴുന്ന ഒരു വാക്കിന്, നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കിന്. കാരണം അത് ആ പറയുന്ന ആള് ഞാൻ ഇന്ന ദിവസം പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്, കേൾക്കുന്നവർക്കും ആ പ്രഭു പറഞ്ഞതാണ്, അല്ലെ ആ മാതാജി പറഞ്ഞതാണ് എന്നുള്ള ആ ഒരു ഓർമ്മ നിൽക്കും. ഞാനിപ്പോ ഇങ്ങനെ ഒരുപാട് പറയുന്നുണ്ട്, കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് പറയും, നിങ്ങൾ അതങ്ങ് മറന്നു പോകും. നിങ്ങൾക്ക് പിറ്റേന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആകരുത്. നിങ്ങളിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും വിലയുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാൻ തയ്യാറാകുക. അപ്പൊ നമ്മൾ കണ്ടത് ആനർദ്ധപുരിയിൽ നിന്നും ആര് തിരിച്ചു വന്നു? അർജുനൻ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് യുധിഷ്ഠിരനെ കാണുന്നു. അപ്പൊ യുധിഷ്ഠിരൻ അങ്ങനെ പലവിധ ചിന്തകളാൽ വിവർണനായി വളരെയധികം വിഷാദഗ്രസ്തനായി ഇരിക്കുന്ന യുധിഷ്ഠിരനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ പാദത്തിൽ വീഴുന്നു അർജുനൻ. കാരണം മഹാരാജാവ് മൂത്ത ജ്യേഷ്ഠൻ അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണ് നമസ്കരിക്കുന്നു. അപ്പം അവിടെ ഒരു മാറ്റം ഉണ്ടായി. മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വിഷണ്ണനായിരിക്കുന്നത് യുധിഷ്ഠിരൻ അർജുനനെ കണ്ടപ്പോൾ തോന്നി, വിഷണ്ണനായിരിക്കുന്നു എന്ന് തോന്നി. ശിരസ് താഴ്ന്നിരുന്നു. അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ നിന്നും അശ്രുക്കൾ പൊഴിയുന്നുമുണ്ടായിരുന്നു. നമുക്കറിയാം, സ്ത്രീകളെ പോലെയല്ല, പുരുഷന്മാരുടെ നേത്രങ്ങളിൽ നിന്ന് അശ്രുക്കൾ പൊഴിയുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ ഒന്നുകിൽ ഒരു പരിതാപകരമായ അവസ്ഥയിലെത്തി, അല്ലെങ്കിൽ വളരെ വളരെ എന്താണ് വിചാരം കൊണ്ട് അദ്ദേഹം വളരെയധികം വിഷണ്ണനായിരിക്കുകയാണ് എന്ന് ജ്യേഷ്ഠന് മനസ്സിലായി. അപ്പൊ അങ്ങനെ വിവർണനായിരിക്കുന്ന അർജുനനെയാണ് അദ്ദേഹം കണ്ടത്. അപ്പം അതുകൊണ്ട് യുധിഷ്ഠിരനെ എന്ത് തോന്നി? എല്ലാം എന്തോ നാരദൻ പണ്ട് പറഞ്ഞ ആ കാര്യം നടന്നു കഴിഞ്ഞോ എന്ന് തോന്നി. എന്താണ് നാരദൻ പറഞ്ഞിരുന്നത്? ആരെങ്കിലും ഒന്ന് പറയൂ. ഹരേ കൃഷ്ണ. നാരദൻ ഭഗവാൻ കർമ്മങ്ങൾ തീർത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. അപ്പൊ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ 125 വർഷം ഇവിടെ കഴിച്ചു കൂട്ടി കഴിഞ്ഞായിരുന്നു അല്ലെ. അപ്പം പറഞ്ഞിരുന്നു, ഒന്ന് സൂചിപ്പിച്ചിരുന്നു, ഭഗവാൻ ചെയ്യേണ്ട കടമകളെല്ലാം നിർവഹിച്ചിട്ട് അദ്ദേഹം തിരിച്ചു പോകാറായിരിക്കുന്നു എന്നൊരു സൂചന മാത്രം നൽകിയിരുന്നു. പോയി എന്നൊന്നും പറഞ്ഞില്ല, സൂചന മാത്രം നൽകിയിരുന്നു. അതേതിന്റെ കാരണം അതേക്കുറിച്ച് അദ്ദേഹം ഓർത്തു. അർജുനൻ കരയുന്നു, അർജുനന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു, അർജുനൻ വിഷാദഗ്രസ്തനായിരിക്കുന്നു. അപ്പൊ തീർച്ചയായും അത് സംഭവിച്ചോ എന്നുള്ള ഒരു സംശയം അദ്ദേഹത്തിന് ഉണ്ടായി. അങ്ങനെയുള്ള ആ 24ാമത്തെ ശ്ലോകത്തിലാണ് നമ്മള് അപ്പം വിലോക്യ ഉദ്വിഗ്നഹതയോ വിച്ഛായ മനുജൻ നൃപഃ പൃച്ഛതി സ്മ സുഹൃത് മധ്യേ സംസ്മരൻ ആരത ഈരിതം എന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി യുധിഷ്ഠിരൻ പറയുന്നു. യുധിഷ്ഠിര ഉവാച കശ്ചിദാനർത്ഥപുര്യാംന സ്വജനാ സുഖമാസദേ മധുഭോജദശാർഹാർഹ സാത്വതാന്തകവൃഷ്ണയഃ കശ്ചിദാനർത്ഥപുര്യാംനഃ സ്വജനാ സുഖമാസദേ മധുഭോജദശാർഹാർഹ സാത്വതാന്തകവൃഷ്ണയഃ കശ്ചിദാനർത്ഥപുര്യാംന സ്വജന സുഖമാസദേ. വൃഷ്ണയ. ഇത്രയും വാക്കുകളാണ് അതിനകത്തുള്ളത്. അപ്പം യുധിഷ്ഠിരൻ പറഞ്ഞു, കശ്ചിത് എന്ന് ചോദിച്ചാൽ അല്ലേ, ഇല്ലേ എന്നൊക്കെ ചെയ്യും. നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങനെ അല്ലേ, അല്ലേ എന്നുള്ള വാക്ക് കശ്ചിത്.
അനർത്ഥപുരി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പോകുന്ന ദ്വാരകയ്ക്കാണ് അനർത്ഥപുരി എന്ന്. അനർത്ഥപുരി നമ്മുടെ മലയാളത്തിലെ അനർത്ഥമല്ല, അനർത്ഥപുരി ദ്വാരക. നഹ എന്ന് പറഞ്ഞാൽ നമ്മുടെ, അത് നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന വാക്കാണ്. സ്വജന, മലയാളത്തിലെ സ്വജനങ്ങൾ തന്നെ. സുഖം, സന്തോഷം. ആസതേ, താമസിക്കുന്നു അല്ലെങ്കിൽ വസിക്കുന്നു. ആരൊക്കെ? മധു, മധു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓരോ ദ്വാരകയിലുള്ള അവരുടെ ബന്ധുക്കളുടെ പേര് പറയുകയാണ്, സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പേര് പറയുകയാണ്. മധു, അതുപോലെ ഭോജൻ, ഭോജവംശം എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ? ഭോജൻ. ദശാർഹൻ, ദാശാർഹ വംശത്തിലാണ് കൃഷ്ണൻ. ദാശാർഹൻ. അർഹൻ, അർഹ എന്ന് പറഞ്ഞ അർഹൻ. സാത്വത, സാത്വതൻ. അന്തക, അന്തകൻ. വൃഷ്ണയ, വൃഷ്ണിവംശജർ. വൃഷ്ണിവംശജരെ കുറിച്ചാണ് അദ്ദേഹം തിരക്കുന്നത്. അദ്ദേഹം തിരക്കിയാണ്, അവരെ കുറിച്ചൊക്കെ തിരക്കിയാണ്. എന്താണ് സംഭവിച്ചത് എന്നറിയാനായിട്ട് ചോദിക്കുകയാണ്, ചോദ്യം ചോദിക്കുന്നു എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കശ്ചിദാനർത്ഥപുര്യാംന സ്വജനാസുഖമാസതേ മധുഭോജ മധുഭോജ ദശാർഹാർഹ സാത്വതാന്തക പ്രശ്നയഃ. അപ്പൊ അതിന്റെ വിവർത്തനം, വേർഡ്സിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതെല്ലാം പറഞ്ഞല്ലോ. വൃഷ്ണയ, വൃഷ്ണിവംശജര്. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പോർട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവംശ ശ്രീയൂപം സാക്ഷജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാത്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖന്യതംശ. ഹേ കൃഷ്ണകരുണാ സിന്ധോ ദീനബന്ധോ ജഗൽപദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ ആൻഡ് പർപ്പോർട്ട് ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. മഹാരാജാവ് യുധിഷ്ഠിരൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട അനുജ, നമ്മുടെ ബന്ധുമിത്രാദികൾ, അതുപോലെ മധു, ഭോജൻ, ദശാർഹൻ, അർഹൻ, സാത്വകൻ, അന്തകൻ, ഇവരെല്ലാവരും യദുകുലത്തിലെ മറ്റംഗങ്ങളും അവിടെ സന്തോഷത്തോടു കൂടിയല്ലേ ദിനങ്ങൾ കഴിച്ചു കൂട്ടുന്നത്? ദയവായി അതേക്കുറിച്ച് എന്നോട് പറഞ്ഞാലും. അപ്പൊ അവിടുത്തെ ദ്വാരകയിൽ എന്തെല്ലാം വിശേഷങ്ങളുണ്ട് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവിടുത്തെ ബന്ധുമിത്രാദികളായ അവരുടെ ബന്ധുമിത്രാദികളെ കുറിച്ച്, അവരുടെ ഓരോരുത്തരും ജനിച്ച വംശത്തിൽപ്പെട്ടവരെ കുറിച്ച്, ഭോജവംശം, ദശാർഹവംശം, അർഹനെ, സാത്വതനെ, അന്തകനെ എന്നിവരെ കുറിച്ചൊക്കെ, അതുപോലെ യദുകുലത്തിലെ അംഗങ്ങളെ കുറിച്ചൊക്കെ അവിടെ തിരക്കിയാണ്. അവർക്കെല്ലാം സുഖം തന്നെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതേക്കുറിച്ച് എന്നോട് പറഞ്ഞാലും എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ ഉള്ളവരെല്ലാം ഇവരുടെ ബന്ധുക്കൾ തന്നെയാണ്. അപ്പം സ്വന്തം ആൾക്കാരെ കുറിച്ച് തിരക്കുകയാണ് ഇവിടെ ചെയ്തത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. യുധിഷ്ഠിര ഉവാച. കച്ചിദാനർത്ഥപുര്യാംന സ്വജനാ സുഖമാസതേ മധുഭോജദശാർഹാർഹ സാത്വതാന്തക വൃഷ്ണയഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ആരെങ്കിലും വായിക്കുന്നോ? പ്രൊഫസർ മാതാജി ആരെങ്കിലും? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 25. യുധിഷ്ഠിര ഉവാച. കച്ചിദാനർത്ഥപുര്യാംന സ്വജനാ സുഖമാസതേ മധുഭോജദശാർഹാർഹ വിഷ്ണയ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മധുഭോജ ദശാർഹ അർഹ, രണ്ട്, ദശാർഹനും അർഹനും. ദശാർഹാർഹ സാത്വതാന്തക വൃഷ്ണയ. ഹരേ കൃഷ്ണ. പ്രത്യേകിച്ച് അവരുടെ കുലത്തിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് അന്വേഷിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം അവിടെ ദശാർഹനുണ്ട്, അവരുടെ വംശത്തെ കുറിച്ച് ചോദിച്ചു. നമുക്കെല്ലാം അറിയാം, ഉഗ്രസേന രാജാവുണ്ട്, അതുപോലെ ദേവക രാജാവുണ്ട്. അവരാരും ശരീരം ഉപേക്ഷിച്ചിട്ടില്ല. അന്നത്തെ കാലഘട്ടമാണ്. പ്രായത്തെ ഇളയ ആൾക്കാരിയ്ക്കുന്നു, മൂത്ത ആൾക്കാരിയ്ക്കുന്നു, ഇളവരില്ല എന്നില്ല. അന്നത്തെ ആയുസ് അങ്ങനെ ആയതുകൊണ്ട് അവരെ കുറിച്ചെല്ലാം ഇവിടെ തിരക്കുകയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാകും, ആഹുകൻ എന്ന് പറയുന്ന രാജാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്ന് ദേവകനും ഒന്ന് ഉഗ്രസേനനും.
അദ്ദേഹം ഉഗ്രസേനെയും നമ്മൾ ആഹു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവരൊക്കെ ജീവിച്ചിരിക്കുകയാണ് ഈ സമയത്തും ഭഗവാൻ വന്ന സമയത്തും അവരൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അവരുടെ കുലത്തെ കുറിച്ച് അന്വേഷിക്കുന്നു. അപ്പൊ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. കൂടുതലും പറയുന്നില്ല, എളുപ്പം പോകാം. ശൂരോ മാതാമഹ കശ്ചിത് സ്വസ്ത്യാസ്തേ വാധമാരിഷഃ മാതുല സ്വാനുജ കശ്ചിത് കുശലാൻ ആനഗദുന്ദുഭിഃ. ശൂരോ മാതാമഹ കശ്ചിത് സ്വസ്ത്യാസ്തേ വാധമാരിഷഃ മാതുല സ്വാനുജ കശ്ചിത് കുശലാൻ ആനഗദുന്ദുഭിഃ. ശൂരോ ശൂരഃ മാതാമഹ കശ്ചിത്. ഇവിടെ കശ്ചിത് എന്ന് പറയുന്ന മുമ്പേ നമ്മൾ ഇല്ലേ എന്ന് ചോദിച്ചു, അവിടുത്തെ അർത്ഥത്തില് ഇവിടെ അല്ലേ. സ്വസ്തി, സ്വസ്തി മീൻസ് എല്ലാവർക്കും അറിയാം, സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ. ആസ്തേ, ആസ്തേ മീൻസ് അവർ കഴിഞ്ഞുകൂടുന്നത് എങ്ങനെയാണ് എന്ന് ചോദിക്കാം. ആസ്തേ എന്ന് ചോദിച്ചാൽ അവരെങ്ങനെ കഴിഞ്ഞുകൂടുന്നു. പിന്നെ വാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എന്നുള്ള അർത്ഥം. അഥ അതുകൊണ്ട്. പിന്നെ മാരിഷ, ഇവിടെ മാരിഷ എന്ന വാക്കിന്റെ അർത്ഥം ആദരണീയനായ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ മാരിഷ എന്ന വാക്ക് വസുദേവരുടെ അമ്മയെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ മാരിഷ എന്ന വാക്കിന്റെ അർത്ഥം ആദരണീയനായ. മാതുല, മാതുലൻ. സ അനുജ, അദ്ദേഹത്തിന്റെ ഇളയ സഹോദരന്മാരോടൊപ്പം. കശ്ചിത് അല്ലേ എന്ന് ചോദിക്കുന്നു. കുശലി, കുശലി മീൻസ് സന്തോഷത്തോടു കൂടി. ആനകദുന്ദുബി, നമുക്കെല്ലാം അറിയാവുന്ന പേരാ ആനകദുന്ദുബി, വസുദേവരുടെ വേറൊരു പേരാണ്. അപ്പം അതെ, ശൂരോ മാതാമഹ കശ്ചിത് സ്വസ്ത്യാസ്തേ വാധമാരിഷഃ മാതുല സ്വാനുജ കശ്ചിത് കുശലാൻ ആനകദുന്ദുഭിഃ. അതിന്റെ വിവർത്തനം: ആദരണീയനായ എന്റെ മാതാമഹൻ ശൂരസേനനെ സർവമംഗളം തന്നെയല്ലേ. എന്റെ മാതുലൻ വസുദേവർക്കും അദ്ദേഹത്തിന്റെ അന്യന്മാർക്കും സൗഖ്യം തന്നെയല്ലേ. ഇതൊക്കെ നമ്മള് നേരത്തെ തന്നെ ശ്ലോകങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. കുന്തിദേവിയുടെ സഹോദരനാണ് വസുദേവർ എന്ന് പറയുന്നു. അപ്പൊ ആ വസുദേവരെ കുറിച്ച് ഇവിടെ അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിന്, എന്റെ മാതുലനായ വസുദേവർക്ക് അദ്ദേഹത്തിന്റെ അന്യന്മാർക്കും സൗഖ്യം തന്നെ അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പം വസുദേവരെ ഒക്കെ വലിയ ഫാമിലി ആണ് അവര്. അപ്പം ആ വസുദേവര് സഹോദരങ്ങളെ, അവര് ദേവഭാഗനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആരാണ് ദേവഭാഗൻ? ആരാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞത്? ഹരേ കൃഷ്ണ. വളരെ പ്രധാനപ്പെട്ട ഒരാളിന്റെ അച്ഛനാണ് ദേവഭാഗൻ. വസുദേവരുടെ സഹോദരൻ കൂടിയാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഉദ്ധവരുടെ അച്ഛനാണ് ദേവഭാഗൻ. ഉദ്ധവരെ വളരെ പ്രധാനപ്പെട്ട, ഭഗവാനോട് ഏറ്റവും സ്നേഹം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഉദ്ധവരെന്ന് പറയുന്നത്. വൃന്ദാവനത്തിലേക്ക് തിരിച്ചു വിടാനായിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട്. അപ്പം ഭഗവാൻ തിരിച്ചു ചെല്ലുമെന്നും പറഞ്ഞിട്ടാണല്ലോ മധുരയ്ക്ക് പോയത് കൃഷ്ണന്. അപ്പൊ തിരിച്ചു പോകാൻ പറ്റാത്ത ഒരു അവസരത്തിൽ എത്തിയപ്പോൾ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുന്നില്ല, ആരെയാണൊന്ന് പറഞ്ഞു വിടുക എന്ന് ഓർത്തപ്പോൾ ആരെയാണ്? ഉദ്ധവരെയാണ് പറഞ്ഞു വിട്ടത്. തനിക്ക് തുല്യം കാര്യങ്ങൾ നോക്കാൻ കഴിയുന്ന ആളാണ് ഉദ്ധവരെന്ന് പറയുന്നത്. അതുപോലെ എന്തുകൊണ്ട് ഉദ്ധവരെ വിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന്റെ ശ്ലോകമൊക്കെ ഉണ്ട്, നമ്മൾ 10ാം സ്കന്ധത്തിൽ പഠിക്കും. ഉദ്ധവരെ ഏതൊരു കാര്യത്തിലും ഭഗവാൻ തന്നെ പറയുകയാണ്, എന്നെ സ്മരിക്കാതെ അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിരുന്നില്ല. അതുപോലെ കുട്ടികൾ കളിക്കാൻ വിളിക്കുന്ന അവസരത്തിൽ പോലും അദ്ദേഹം കളിക്കാൻ പോയിരുന്നില്ല. എന്തുകൊണ്ട്? ആ പൂജാവിധികളും അതുപോലെ കൃഷ്ണസ്മരണകളും അദ്ദേഹത്തിൻ്റെതും കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹത്തിന് കളിയോ, കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ പോലും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഭഗവത് ചിന്തകളിൽ മുഴുകിയിരുന്ന ആളായിരുന്നു ഉദ്ധവര്. കൃഷ്ണന്റെ ഒരു ഛായ തന്നെ തോന്നിക്കുന്ന ആ ഉദ്ധവർ വളരെയധികം പ്രധാനപ്പെട്ട ആളായിരുന്നു. അപ്പൊ അങ്ങനെ ആ അദ്ദേഹത്തെ കുറിച്ച് അവരുടെ എല്ലാ ഫാമിലിയെ കുറിച്ചും ഇവിടെ തിരക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ മാതുലനായ വാസുദേവര്, അദ്ദേഹത്തിന്റെ അനുജന്മാരെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ, ദേവഭാഗൻ എന്നുള്ളത്. പിന്നെ എന്റെ മാതാമഹൻ ശൂരസേനൻ. എങ്ങനെയാണ് ശൂരസേനൻ മാതാമഹനായത്? ആർക്കെങ്കിലും പറയാമോ? ഹരേ കൃഷ്ണ. യുധിഷ്ഠിരന്റെ അമ്മ ആരാണ്? യുധിഷ്ഠിര മഹാരാജാവിന്റെ കുന്തി ദേവി. ആ കുന്തി ദേവിയുടെ യഥാർത്ഥ അച്ഛൻ ആരാണ്? യമദേവനോ? കുന്തി ദേവിയുടെ അച്ഛനായിരുന്നു ശൂരസേന മഹാരാജാവ്. ശൂരസേന മഹാരാജാവായിരുന്നു. എന്താണ്? ഹരേ കൃഷ്ണ. കുന്തി ദേവിയുടെ അച്ഛനായിരുന്നു ശൂരസേന മഹാരാജാവ്. ശൂരസേന മഹാരാജാവിന് കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോഴേ
അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരുന്നു കുന്തി ഭോജൻ. ഇതൊക്കെ ക്ലാസ് പറഞ്ഞിട്ടുള്ളതാണ്. ആ കുന്തി ഭോജന് മക്കളില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു കുട്ടിയോടുള്ള ആ അട്രാക്റ്റീവ് ആയിട്ടുള്ള ആ സ്നേഹം കണ്ടിട്ട് അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹം വന്നു കുന്തി ദേവിയോടെ കണ്ടപ്പോ തന്നെ. അങ്ങനെ ആ കുന്തി ദേവിയെ ദത്തു കൊടുക്കുകയാണ് കുന്തി ഭോജന്. അങ്ങനെയാണ് അവര് കുന്തി എന്ന് പേര് വരാൻ തന്നെ കാരണം. അപ്പം അദ്ദേഹം ഈ ശൂരസേന മഹാരാജാവ് കുന്തി ഭോജൻ കൊടുത്തു. ആ കുന്തി ഭോജൻ വളർത്തിയെടുക്കുകയാണ് പിന്നെ കുന്തി ദേവിയെ. അദ്ദേഹം അങ്ങ് ഉച്ചകുട്ടിയായിരുന്നപ്പോ തന്നെ കുന്തി ദേവി അവരുടെ കൊട്ടാരത്തിൽ എത്തിയിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കഥകളൊക്കെ നടക്കുന്നത്. എന്താണ്, ഒരു ദിവസം മഹർഷി അവിടെ എത്തുന്നതും അവിടെ വെച്ച് മഹർഷിയെ വേണ്ട വിധത്തിൽ പരിചരിക്കുന്നതും അങ്ങനെ 5 വരങ്ങൾ കൊടുക്കുന്നതും ഒക്കെ നിങ്ങൾക്ക് കഥകളിൽ അറിയാമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു കുന്തി ദേവി കുന്തി ഭോജന്റെ പുത്രി എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. പക്ഷേ റിയൽ ഫാദർ ആരാണ്? മാതാമഹൻ എന്ന് പറയുന്നത് ശൂരസേന മഹാരാജാവ് ആയിരുന്നു. അന്നത്തെ കാലത്ത് ഓരോ രാജ്യത്തും ഓരോ രാജാക്കന്മാർ, അങ്ങനെ ഓരോ രാജാക്കന്മാരുടെയും മക്കളെ കുറിച്ച്, അപ്പൊ അവരുടെ മാതുരനെ കുറിച്ചും അവരുടെ വംശത്തെ കുറിച്ചും അവിടെയുള്ള തന്റെ മാതുരൻ അമ്മാവനെ കുറിച്ചും ഒക്കെ അന്വേഷണം ചെയ്യുകയാണ് രാജാവായ യുധിഷ്ഠിരൻ ചോദിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. വായിച്ചല്ലോ അല്ലേ? വായിച്ചോ? ഹരേ കൃഷ്ണ വായിച്ചില്ലല്ലോ. ഓക്കെ, വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഗുരോ മാതാമഹഃ കശ്ചിത് സ്വസ്ത്യാസ്തേ വാദ മാരിഷാ മാതുലാ സാനുജാ കശ്ചിത് കുശല്യാനകദുന്ദുഭി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കണോ? ഓക്കെ, ആർക്കുമില്ല. ഇനി അടുത്തത്. സപ്തസ്വസാരസ്തത്പത്ന്യൂ മാതുലാന്യസഹാത്മജാഃ ആസദേ സ്വസ്നുഷാക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം. സപ്തസ്വസാരസ്തത്പത്ന്യൂ മാതുലാന്യസഹാത്മജാഃ ആസദേ സ്വസ്നുഷാ ക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം. സപ്ത സ്വസാര തത്പത്ന്യഃ മാതുലാന്യഃ സഹ ആത്മജാഃ. മാതാജി 26 പഠിപ്പിച്ചില്ല. 25 കഴിഞ്ഞ് മാതാജി 27 പഠിപ്പിച്ചില്ല. സോറി. അതല്ല മാതാജി 22 പഠിപ്പിച്ചു. ശൂരസേനെ കുറിച്ചും കുന്തി ഭോജനെയൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞത് പിന്നെ എവിടെയാണ്? വസുദേവരെ കുറിച്ചും അദ്ദേഹത്തിന്റെ അനുജനായ ദേവഭാഗനെ കുറിച്ചും ഉദ്ധവരെ കുറിച്ചും ഒക്കെ പറഞ്ഞത് 26-ലാണ്. എന്ത് പറ്റി? എല്ലാവർക്കും ശ്ലോകം മാറിപ്പോയോ? 27. സപ്തസ്വസാരസ്തത്പത്ന്യോ മാതുലാന്യസഹാത്മജാഃ ആസദേ സസ്നുഷാ ക്ഷേമം ദേവകീ പ്രമുഖാ സ്വയം. സപ്തം എന്ന് കേട്ട 7 സ്വസാര സ്വന്തം സഹോദരിമാർ, തത്പത്ന്യഃ അദ്ദേഹത്തിന്റെ പത്നിമാർ, മാതുലാന്യ അമ്മാവിമാർ, സഹ കൂടെ, ആത്മജാഹ ആത്മജൻ പുത്രൻ, പുത്രനും പൗത്രരും, ആത്മജാഹ ആസതേ അവരെല്ലാം, സസ്നുഷഃ അവരുടെ പുത്രവധുക്കളോടൊപ്പം, ക്ഷേമം എന്ന് വെച്ചാൽ സുഖം, ദേവകി പ്രമുഖ ദേവകിയുടെ നേതൃത്വത്തിൽ, സ്വയം തന്നെ ദേവകിയുടെ പ്രാമുഖ്യത്തിലുള്ള സഹോദരിമാരായ അദ്ദേഹത്തിന്റെ 7 പത്നിമാർക്കും അവരുടെ പുത്രന്മാർക്കും പുത്രവധുക്കൾക്കും സൗഖ്യം തന്നെയല്ലേ. ഓരോരുത്തരെ കുറിച്ചും പ്രത്യേകം അന്വേഷിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാവരെ കുറിച്ചും ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ആദ്യം ദേവകിയുടെ പ്രാമുഖ്യത്തിലുള്ള സഹോദരിമാരായ ദേവകിയുടെ പ്രാധാന്യത്തെ കുറിച്ചാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് ദേവകിക്ക് പ്രാധാന്യം വന്നു? എന്താണ്? പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാനെ ഗർഭത്തിൽ വഹിക്കാനുള്ള ഭാഗ്യം ദേവിക്ക് മാത്രമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പം ദേവകിയുടെ പ്രാമുഖ്യത്തിലുള്ള സഹോദരിമാരായ അദ്ദേഹത്തിന്റെ 7 പത്നിമാർക്കും, അപ്പൊ 7 പത്നിമാരും അവര് സഹോദരിമാരാണ്. വസുദേവരുടെ ഭാര്യമാരാണ് ശാന്തിദേവ, ഉപദേവ, ശ്രീദേവ, ദേവദേവ, സഹദേവ, ദേവകി, ധൃതദേവ എന്നിവർ. അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഇതിന്റെ. അതുകൊണ്ട് ഞാൻ എളുപ്പം പോകുന്നത്. ശാന്തിദേവ, ഉപദേവ, ശ്രീദേവ, ദേവദേവ,
സഹദേവ, ദേവകി, ധൃതദേവ. അപ്പൊ ഈ 7 പത്നിമാർക്കും സുഖം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും. അപ്പൊ ഈ ധൃതദേവയാണ് അവരിൽ എൽഡസ്റ്റ്. പക്ഷെ ഇവിടെ ദേവകി പ്രമുഖ എന്ന് ചോദിച്ചത് കൊണ്ട് എന്താണെന്ന് നമുക്ക് അത് മനസ്സിലാകും. ഭഗവാനെ ഗർഭത്തിൽ ധരിച്ചത് കൊണ്ടാണ് ആ ചോദ്യം അവിടെ ഉണ്ടായത്. ദേവകൻ എന്ന് പറയുന്ന മഹാരാജാവിന് അദ്ദേഹത്തിന് 4 പുത്രന്മാരും 7 പുത്രിമാരുമാണ് ഉണ്ടായിരുന്നത്. ദേവക എന്ന് പറയുന്ന ആളുടെ. അപ്പം ദേവഭാഗൻ, ഉപദേവൻ, സുദേവൻ, അങ്ങനെ 4 പുത്രന്മാരുമുണ്ട്. അതുപോലെ 7 പുത്രിമാരും ഉണ്ടായിരുന്നു. 7 പുത്രിമാരെയും വസുദേവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അന്നൊക്കെ ഒരിതുണ്ട്, ഏറ്റവും പ്രമുഖരായ രാജാക്കന്മാർക്ക് അവരെത്രയോ വിവാഹം കഴിച്ചവരായാലും കുഴപ്പമില്ല, എന്ന് വെച്ചാൽ വംശം വളരെ ഉന്നതമായി മാറ്റുക, കിട്ടുന്ന സന്താനങ്ങൾ ഏറ്റവും പ്രമുഖരായിരിക്കണം. അപ്പൊ ഏറ്റവും ഉത്തമനായ ഒരു രാജാവിന്റെ കൂടെ പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാനാണ് രാജാക്കന്മാരെല്ലാം അന്ന് അവരുടെ മക്കളെ അങ്ങനെയാണ് അയച്ചിരുന്നത്. അപ്പൊ വസുദേവൻ എന്ന് പറയുന്ന എത്ര വിവാഹം കഴിച്ചാലും ഒന്നുമില്ല, കാരണം അദ്ദേഹം അത്ര പ്രമുഖനായ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ വിവാഹം കഴിച്ചയച്ചു 7 പേരെയും. അപ്പൊ നമ്മൾ വേറെ മുനിമാർഗം കശ്യപനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്, എത്ര വിവാഹമാണ് അവർ കഴിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ അവരൊക്കെ വംശം വളരെ ശ്രേഷ്ഠമായി നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ചെയ്തിരുന്നത്. അപ്പൊ അവരുടെ അദ്ദേഹത്തിന്റെ പത്നിമാർക്കും അദ്ദേഹത്തിന്റെ പുത്രന്മാർക്കും പുത്രവധുക്കൾക്കും ഒക്കെ സുഖമല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പം ഉപദേവൻ എന്ന് പറയുന്ന, സുദേവൻ എന്ന് പറയുന്ന അവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ആ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിട്ട് ഉള്ള ആൾക്കാർ. എന്തുകൊണ്ടാണ് വസുദേവർക്ക് ഇത്രയും പ്രാധാന്യത്തോടു കൂടി കണ്ടത് എന്തുകൊണ്ടാണെന്ന് ആർക്കെങ്കിലും പറയാമോ? വസുദേവരെ വേറൊരു പേരിൽ നമ്മൾ അറിയുന്നു. എന്താണ്? ആനകദുന്ദുബി എന്ന് പറയും. ഈ ആനകദുന്ദുബി എന്ന് പറയാൻ കാരണം എന്താണ്? കഴിഞ്ഞ ശ്ലോകത്തിൽ അതുണ്ടായിരുന്നു, ഞാനത് വിട്ടുപോയി. ആനകദുന്ദുബി വസുദേവര് ജനിച്ച അവസരത്തിലെ ആകാശത്ത് നിന്നും വാദ്യഘോഷങ്ങൾ മുഴങ്ങിയിരുന്നു. ഇതും പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ആ അവസരത്തിൽ ആകാശത്ത് നിന്ന് ദേവന്മാരെ വാദ്യഘോഷങ്ങൾ മുഴക്കിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ വാദ്യഘോഷങ്ങളിൽപ്പെട്ടതാണ് ആനകദുന്ദുബി എന്ന് പറയാൻ കാരണം. അപ്പം വാസുദേവരിൽ കൂടിയാണ് പരമദിവ്യോത്തമ കൃഷ്ണനായ ഭഗവാൻ അവതരിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു സൂചനയായിരുന്നു അത്രമാത്രം പ്രാധാന്യമുള്ളത്. കാരണം ഭഗവാൻ വരുന്ന അവസരത്തിൽ എങ്ങനെയാണ് ഭഗവാൻ വരുന്നത്, ഭഗവാനെ കുറിച്ചുള്ള സർവ ചിന്തകളും, ഭഗവാൻ എങ്ങനെയായിരിക്കും, ഭഗവാൻ ആരാണ്, ഭഗവാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ നോളജ്, ആ ഒരു അറിവ് ആദ്യം നൽകുന്നത് ആർക്കാണ്? വസുദേവരുടെ മനസ്സിലേക്കാണ് കൊടുക്കുന്നത്. വസുദേവരുടെ മനസ്സും ബുദ്ധിയും ആ ഭഗവാനെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ടങ്ങ് നിറച്ചു. അങ്ങനെ ഭഗവാനെ കുറിച്ചുള്ള ആ ചിന്തകൾ, ഭഗവാൻ ആരാണെന്നും ഭഗവാനും അതുപോലെ ബാക്കിയുള്ള ജീവാത്മാക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഭഗവാൻ എങ്ങനെയാണ് അവതരിക്കാൻ പോകുന്നതെന്നും ഭഗവാന്റെ രൂപം, ഭഗവാന്റെ ആ ഒരു എല്ലാ രൂപത്തെ കുറിച്ച് എല്ലാം ഭഗവാനെ നിറച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ ഭഗവാൻ ആരാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുകയും ആ രീതിയിൽ ഭഗവാനെ കുറിച്ച് അറിവ് കിട്ടിയത് അതുപോലെ പകർന്നു കൊടുക്കുകയാണ് ദേവകിക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്തത് എന്ന് നമുക്ക് അറിയാവുന്നതാണ്, കഥകളിലുള്ളതാണ്. അപ്പം അങ്ങനെ അതിനെയെല്ലാം പകർന്ന് മനസ്സിൽ വെക്കത്തക്ക രീതിയിലുള്ള അറിവുള്ള ആളായിരുന്നു വസുദേവരെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെ? അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ തരത്തിലുള്ള, നേരത്തെ ഇവർക്ക് അറിയാമായിരുന്നത് കൊണ്ടാണ് ദേവന്മാരവിടെ ഈ പെരുമ്പറ മുഴക്കി ആ ശബ്ദം ഉണ്ടാക്കിയത് എന്നുള്ളതാണ്. നമുക്കറിയാം, കസ്തൂരി തിലകം ലലാടവടലേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം. ആ ശ്ലോകം എല്ലാവർക്കും അറിയാവുന്ന. അപ്പൊ അങ്ങനെ ആ രൂപം തന്നെ, ആ ഭഗവാന്റെ രൂപം തന്നെ ആദ്യമേ ഭഗവാനിൽ ആ വസുദേവർക്ക് നൽകി. അങ്ങനെ ഭഗവാൻ എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് ഉള്ള ഒരറിവും ആ വസുദേവർക്ക് കൊടുത്തു. അതിനെല്ലാം കാരണം അതാണ് പിന്നെ ദേവകിക്ക് വസുദേവര് നൽകുന്നത്. വസുദേവരിൽ നിന്നാണ് ദേവകിക്ക് അത് കിട്ടുന്നത്. അതുകൊണ്ട് ദേവകിയുടെ ഗുരു കൂടിയാണ് വസുദേവരെന്ന് പറയും. അപ്പൊ എല്ലാ നോളജും
വസുദേവരിലേക്ക് പകർന്നു കൊടുത്തു. അപ്പൊ അങ്ങനെ അതിനെ വഹിക്കാൻ അഥവാ അത്രമാത്രം ഭാഗ്യം ചെയ്ത ആളായിരുന്നു വസുദേവൻ. അപ്പം അതുകൊണ്ടാണ് ആ പെരുമ്പറ മുഴക്കിയതും ആ പെരുമ്പറ മുഴക്കിയ ശബ്ദം കൊണ്ടാണ് ആനകദുന്ധുബി എന്ന പേര് വന്നതും. ഇപ്പം വസുദേവൻ എന്ന് പറയുന്നത് എന്താണ് ദേവമീഠന്റെയും മാരുഷ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെയും ഒരു രാജ്ഞിയുടെയും മകനായിരുന്നു വസുദേവൻ എന്ന് പറയുന്നത്. വാസുദേവരെ ദേവഭാഗനെ ദേവദേവനെ അംശുകനെ സഞ്ജയനെ അങ്ങനെ അവര് സഹോദരന്മാര് കുറെ പേരുണ്ട്. അതുപോലെ 5 പുത്രിമാരും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ പൃഥയുണ്ട്, ശ്രുതദേവയുണ്ട്, ശ്രുതകീർത്തിയുണ്ട്, രാജാധിദേവിയുണ്ട്. ഇത്രയും സ്ത്രീകളും 5 പുത്രിമാരും ബാക്കി 7 പുത്രന്മാരും ആയിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം വസുദേവരുടെ അല്ല, വസുദേവരുടെ സഹോദരന്മാരും സഹോദരിമാരും. ആ കൂട്ടത്തിലൊന്നാണ് പൃഥ ആരാണ്? കുന്തിദേവി. കുന്തിദേവി പൃഥ. ഇവിടെ പാർത്ഥ എന്ന് വിളിക്കുന്നു. അർജുനനെ എല്ലായിടത്തും പാർത്ഥ എന്ന് വിളിക്കാൻ കാരണം പൃഥയുടെ പുത്രനായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ അവരുടെയൊക്കെ വംശത്തെ കുറിച്ച് ഒരു അറിവ് നേരത്തെ നമ്മൾ അതെല്ലാം പഠിച്ചതാണ്, എല്ലാവരും പഠിച്ചു കഴിഞ്ഞാണ്. അപ്പം അവർക്കെല്ലാം സുഖമല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ഇവിടെ ചെയ്തത്. ഹരേ കൃഷ്ണ. ശ്ലോകം വായിച്ചോളൂ. വായിച്ചല്ലോ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ ആൾക്കാർക്കെല്ലാം ഒരു മടി. ഇന്നലെ എന്താണ് ഏകാദശി നോട്ട് എല്ലാവർക്കും എഴുന്നേക്കാൻ വയ്യാതെയായോ? സപ്തസാരസ്തോ മാതുലാന്യ സഹാത്മജ ആസദേ സസ്നുഷാ ക്ഷേമം ദേവകീ പ്രമുഖാസയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. എപ്പോ ചോദിച്ചാലും മാതാജി പറയാനും വായിക്കാനും തയ്യാറാണ്. വളരെ വളരെ നല്ലത്. ഓം നമോ ഭഗവതേ വാസുദേവായ. സപ്ത സ്വസാര സദത്പത്ന്യോ മാതുല്യാന്യ സഹാത്മജ അസദോ സസ്നുഷാ ക്ഷേമം ദേവകീ പ്രമുഖ സ്വയം. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. സപ്ത സ്വസാരഹ അല്ലെ, സ്വസാരഹ തത്പത്ന്യോ. അപ്പൊ അവിടെ വിസർഗമാണ് സ്വസാരസ് തത്പത്ന്യോ എന്ന് പറയുന്നത്. സ്വസാരഹ പ്ലസ് തത്പത്ന്യോ, അതാണ് സ്വസാരസ് തത്പത്ന്യോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചോണം. സ്വസാരസ് തത്പത്ന്യോ, സ്വസാരഹ പ്ലസ് തത്പത്ന്യോ എന്നുള്ള അർത്ഥമാണ്. തത്പത്ന്യ അദ്ദേഹത്തിന്റെ പത്നിമാർ. മാതുലാന്യ സഹാത്മജ അസദേ സസ്നുഷാക്ഷേമം ദേവകീ പ്രമുഖ സ്വയം. അപ്പൊ നമ്മള് ഇവിടെ കുറെ പേരെ കുറിച്ച് പഠിച്ചു. ഇനിയെങ്കിലും ഇത് മറക്കാതിരിക്കുക. ഇതിപ്പം റെപ്പറ്റീഷനാണ്. പല പല പ്രാവശ്യം നമ്മളിത് ഈ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. ആ റെപ്പറ്റീഷനെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അടുത്ത ശ്ലോകം. കശ്ചിത് രാജ ആഹുഹോ ജീവസ് സത്പുത്രോസ്യ ജാനുജഃ ഹൃദികസ്സുതോ ക്രൂരോ അക്രൂരോ ജയന്ത അഗതസാരണാഃ ആസദേ കുശലം കശ്ചിത്യേജ ശത്രുജിതാദയഃ കശ്ചിദസ്തി സുഖം രാമോ ഭഗവൻ സത്വദാം പ്രഭുഃ. കശ്ചിത് രാജാഹുഗോ ജീവസ്ത്യാം സത്പുത്രോസ്യ ജാനുജഃ ഹൃദികസ്സുതോ ക്രൂരോ ജയന്ത ഗദസാരണാഃ ആസദേ കുശലം കശ്ചിത്യേജ ശത്രുജിതാദയഃ കശ്ചിദാസ്തേ സുഖം രാമോ ഭഗവൻ സത്വദാം പ്രഭുഃ. ഒരുപാട് വേർഡ്സ് ഈ ശ്ലോകത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വേർഡ്സ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ശ്ലോകം കണ്ടു പേടിക്കണ്ട. കശ്ചിത് നമ്മൾ എപ്പോഴും പറയുന്ന അല്ലേ ഇല്ലേ എന്നൊക്കെ അർത്ഥമാണ് കശ്ചിത്. കശ്ചിത് രാജ എന്നുള്ള കശ്ചിതേ പ്ലസ് രാജ പിരിച്ചെഴുതുകയാണ് നമ്മളവിടെ. അത് മനസ്സിലാക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ഉണ്ടെങ്കിൽ എഴുതി വെക്കണം. ഈ ഒരു വേർഡ് സ്പ്ലിറ്റ് ചെയ്തെടുത്താൽ പിന്നെ നിങ്ങൾക്ക് ആ ശ്ലോകം എളുപ്പം വായിക്കാം. കശ്ചിത് പ്ലസ് രാജ, കശ്ചിത് രാജ എന്ന് പറഞ്ഞിരിക്കുന്നത്. കശ്ചിത് രാജ ആഹുകു. ആഹുകനെ കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ. ആഹുകൻ പുത്രനാൽ. ഇവിടെ ആഹുകൻ എന്ന് പറയുന്നത് ആ ഉഗ്രസേന മഹാരാജാവിന്റെ മറ്റൊരു നാമമായിരുന്നു. ആരാണ് ഈ ഉഗ്രസേന മഹാരാജാവ്? ആർക്കെങ്കിലും അറിയാമോ? ഇതും പറഞ്ഞിട്ടുള്ളതാണ്. ഉഗ്രസേനൻ. ഉഗ്രസേനെ എന്താണ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഉഗ്രസേന രാജനും കരാഗ്രഹാം അതിൽ കിടന്ന്. ഉഗ്രസേനൻ എന്ന് പറയുന്ന ആരുടെ? കംസന്റെ, ദുഷ്ടനായ കംസന്റെ
അച്ഛനായിരുന്നു അല്ലെ? അച്ഛൻ. ഞാന് കഥ പറഞ്ഞിരുന്നു അല്ലേ, എങ്ങനെയാണ് ഇത്രയും നല്ല മഹാരാജാവായ ഉഗ്രസേനൻ ഇങ്ങനെ ഒരു മകൻ ജനിച്ചത് എന്നുള്ളത്. ഒരു ഗന്ധർവൻ, ഒരു ഗന്ധർവനല്ല, ഒരു രാക്ഷസൻ. അദ്ദേഹം രൂപം പൂണ്ട് ഉഗ്രസേന മഹാരാജാവിന്റെ രൂപം എടുത്തുകൊണ്ട് എന്ത് ചെയ്തു? രാജ്ഞിയെ സമീപിക്കുകയും രാജ്ഞിയെ പ്രാപിക്കുകയും ചെയ്തത് കൊണ്ടാണ് അങ്ങനെ ഒരു മകൻ ആർക്ക് ജനിക്കുന്നത്? ഉഗ്രസേന മഹാരാജാവിനെ ജനിച്ചത് എന്നൊരു കഥ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ആ ഉഗ്രസേന മഹാരാജാവ്, അതാണ് രാഹുകൻ എന്നാണ് അദ്ദേഹത്തിന്റെ വേറൊരു പേര്. ജീവത്യ സത്പുത്രോ, ജീവതി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു, ജീവതി. അസത്, ജീവത്യസത്, വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. ജീവത്യസത് എന്ന് പറയുമ്പം അതിനെ പിരിക്കുമ്പോഴേ ജീവതി അസത് എന്നാകും. ജീവതി അസത് ഒക്കെ നിങ്ങൾക്ക് എഴുതിയെടുത്താൽ എളുപ്പമാണ്. ജീവതി അസത് പുത്ര, ജീവത്യസത് പുത്രോ, അത് വായിക്കേണ്ടത് അങ്ങനെയാണ്. കശ്ചിത് രാജാഹുകോ ജീവത്യസത് പുത്രോ ജീവതി അസത് പുത്ര, അസത്തായിട്ടുള്ള ദുർബുദ്ധിയായ പുത്രൻ. പിന്നെയോ അസ്യ, അദ്ദേഹത്തിന്റെ ചാനുജഹ, അനുജഹ, അനുജനോടൊപ്പം എന്നുള്ള അർത്ഥമാണ്. അപ്പം അത് പിരിച്ചു പറയേണ്ട വാക്കുകള് കശ്ചിത് രാജ ആഹുക, പിന്നെ ജീവതി അസത് പുത്ര, അസത് പുത്ര, അസ്യ പുത്രോസ്യ എന്ന് പറയുമ്പോൾ പുത്ര പ്ലസ് അസ്യ. നമ്മുടെ മലയാളം പിരിച്ചെഴുതാൻ പഠിക്കുമല്ലോ, അതാണ് ജീവതി അസത് പുത്ര അസ്യ, അങ്ങനെയാണ് ഇതിനെ പിരിക്കേണ്ടത്. അനുജ, ചാനുജ. അപ്പം കശ്ചിത് രാജാഹുകോ ജീവതി അസത് പുത്രോസ്യ ചാനുജ ഹൃദിക സസുതോ ക്രൂരോ. അപ്പം നമ്മൾക്ക് ക്രൂരോ എന്ന് തോന്നും അല്ലെ? അപ്പം ഹൃദികൻ എന്ന് പറയുന്ന അവിടുത്തെ അവരുടെ ബന്ധു. സസുത എന്ന് വെച്ചാൽ അവരുടെ പുത്രനായ കൃതവർമ്മന്റെ അച്ഛനാണ് അദ്ദേഹം. അപ്പം ആ കൃതവർമ്മനോടൊപ്പം കൃതവർമ്മനോടൊപ്പം തന്നെ ജീവിച്ചിരിക്കുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഹൃദിക സസുതോ. ഇനി അദ്ദേഹത്തിന്റെ പുത്രനായ കൃതവർമ്മനെ കുറിച്ച് അന്വേഷിച്ചു. പിന്നെ അക്രൂരൻ, ക്രൂരോ എന്നാ കിടക്കുന്നത്. സസുതോ ക്രൂരോ, സസുത പ്ലസ് അക്രൂര, അതാണ് സസുതോ അക്രൂരോ എന്നുള്ളതാണ്. സസുത പ്ലസ് അക്രൂര, സസുതോ ക്രൂരോ. ജയന്തനെ കുറിച്ച് കഥ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ, കാക്കയായിട്ട് വന്നതൊക്കെ. ജയന്തനെ, ഗദനെ, പിന്നെ സാരണനെ. ജയന്ത, ഗദ, സാരണ. ആ വംശത്തിലുള്ള ആൾക്കാരെ കുറിച്ചും അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ചും ഒക്കെ പറയുകയാണ്. ജയന്ത, ഗദ, സാരണാഹ, സാരണ തുടങ്ങിയവരെല്ലാം എന്ന അർത്ഥം വരുമ്പോഴാണ് അവിടെ എന്താണ് പുല്ലിംഗം പോലെ സാരണാഹ എന്ന് വെച്ചാൽ സംസ്കൃതത്തിൽ 3 നമുക്ക് സിംഗുലറും പ്ലൂറലുമേ ഉള്ളൂ. അവർക്ക് 3ആയിട്ടാണ് ഗ്രാമർ തിരിക്കുന്നത്. സാരണാഹ. പിന്നെ അടുത്തത് ആസദേ കുശലം കശ്ചിത്യേ. ആസദേ, അവരെല്ലാവരും. ആസദേ കുശലം, സന്തോഷത്താൽ. കശ്ചിതേ, ഇവിടെ കശ്ചിത് എന്ന് പറയുമ്പോ അല്ലേ അതോ എന്നൊക്കെ ചോദിക്കുകയാണ്. അവർ. കശ്ചിത്യേ, അവൻ പിരിക്കുകയാണ്. ആസദേ കുശലം കശ്ചിത് കശ്ചിത്യേ എന്ന് പറയാൻ കാരണം കശ്ചിതേ പ്ലസ് എന്നുള്ള കശ്ചിത്യേ. പിന്നെ അടുത്തത് എന്താണ്? ശത്രുജിതാദേഹ. ചാന്ന് വെച്ചവും. പിന്നെ ശത്രുജിത്തിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ശത്രുജിത്ത് ആദേഹ, ശത്രുജിത്തിന്റെ നേതൃത്വത്തിൽ, ആദേഹ അവരുടെ നേതൃത്വത്താൽ. കശ്ചിത്, അതോ എത്ര കശ്ചിത് വന്നു എന്ന് ഓർത്ത് നോക്കൂ. അതോ ആസ്തേ കശ്ചിതാസ്തേ, കശ്ചിതേ പ്ലസ് ആസ്തേ, ആസ്തേ അവർക്ക്. പിന്നെ സുഖം, സുഖം എന്ന് പറയുന്നത് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ്. രാമോ ഭഗവാൻ സത്വതാം പ്രഭു. ഇത്രയും പേരെയും പറഞ്ഞിട്ട് ചോദിക്കുകയാണ്. രാമോ, ആ രാമനായ ബലരാമ ഭഗവാനും ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ സാത്വതാം പ്രഭു, അദ്ദേഹത്തിന്റെ പ്രത്യേകത കൊടുത്തിരിക്കുന്നു. എന്താണ്? ഭക്തരുടെ, സാത്വതാം എന്ന് പറഞ്ഞാൽ ഭക്തരുടെ പ്രഭു, സംരക്ഷകനായിട്ടുള്ള വാക്കുകൾ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കശ്ചിത് രാജ ആഹുക ജീവതി അസത് പുത്ര അസ്യ ച അനുജഃ ഹൃദിക സസുതഃ അക്രൂരഃ
പിന്നെ ജയന്ത ഗദ സാരണ ആസതേ കുശലം കശ്ചിത് യേ ച ശത്രുജിത് ആദയഃ കശ്ചിത് ആസ്തേ സുഖം രാമഃ ഭഗവാൻ സാത്വതാ പ്രഭു. ഇത്രയും വാക്കാവുള്ളത്. അപ്പൊ അതിലെ കശ്ചിത് എന്ന് പറഞ്ഞാൽ അല്ലേ രാജാവേ, ആഹുക ഉഗ്രസേനന്റെ വേറൊരു പേരാണെന്ന് പറഞ്ഞു. ജീവതി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു. അസതെ ദുർബുദ്ധിയായ പുത്രൻ, ദുർബുദ്ധിയായ പുത്രൻ, അത് ആരെ ഉദ്ദേശിച്ചാണ് നമുക്കറിയാം. പിന്നെ അസ്യ അദ്ദേഹത്തിന്റെ, ച അനുജ അനുജൻ, ഹൃദിക ഹൃദികൻ, സ്വസുത കൃതവർമ്മനോടൊപ്പം, അക്രൂര അക്രൂരൻ, ജയന്ത ജയന്തൻ, ആരെ പറഞ്ഞിരിക്കും, ജയന്തൻ, ഗദൻ, സാരണൻ, ആസതേ അവരെല്ലാവരും, കുശലം സന്തോഷത്താൽ, കശ്ചിതോ സന്തോഷത്താലാണ്, ഏ അവർ, ച ശത്രുജിത്ത്, ആദയ നേതൃത്വത്താൽ, കശ്ചിത് അതോ, ആസ്തേ അവർക്ക്, സുഖം സുഖം തന്നെയല്ലേ, രാമ ബലരാമൻ, ഭഗവാനായ പരമദിവ്യോത്തമ പുരുഷൻ, സാത്വത ഭക്തരുടെ പ്രഭു, സംരക്ഷണം. ഇത്രയും വാക്കുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ ഞാൻ ഒന്നുകൂടെ വായിക്കാം. കശ്ചിത് രാജാഹുഗോ ജീവതി അസത്പുത്രോസ്യ ചാനുജഃ ഹൃദികഃ സ്വസുതോ ക്രൂരോ ജയന്തഗത സാരണാഃ ആസദേ കുശലം കശ്ചിദ്യേ ച ശത്രുജിതാദയഃ കശ്ചിദാസ്തേ സുഖം രാമോ ഭഗവൻ സത്വതം പ്രഭുഃ. ഹരേ കൃഷ്ണ. അപ്പൊ എന്റെ പ്രവർത്തനം, ഉഗ്രസേന മഹാരാജാവും അദ്ദേഹത്തിന്റെ അനുജനും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? ഹൃദികനും അദ്ദേഹത്തിന്റെ പുത്രൻ കൃതവർമ്മനും ക്ഷേമം തന്നെയല്ലേ? അക്രൂരനും ജയന്തനും ഗദനും സാരണനും ശത്രുജിത്തിനും ഒക്കെ സുഖമല്ലേ? ഭക്തര സംരക്ഷകനും പരമദിവ്യോത്തമ പുരുഷനായ ബലരാമനും സുഖമാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ശ്ലോകം ഒന്ന് വായിക്കാൻ നോക്കൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കച്ചിദ് രാജാഹുഗോ ജീവത് അസത്പുത്രോസ്യ ചാനുജഃ ഹൃദികാ സസുതോ ക്രൂരോ ജയന്ത ഗദസാരണാഃ ആസദേ കുശലം കച്ചിദ്. ഹരേ കൃഷ്ണ മാതാജി. കച്ചിദ് ആസിദേ കുശലം കശ്ചിത് യേജ ശത്രുജിതാദയഃ. കശ്ചിത്യേന്ന് എടുത്തോളൂ. ആസദേ കുശലം കശ്ചിത്യേജ ശത്രുജിതാദയഃ. ആസദേ കുശലം കച്ചിദ്യേജ ശത്രുജിതാദയഃ കച്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭുഃ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അത് ആദ്യത്തെ അതൊന്ന് ശ്രദ്ധിക്കണേ. കശ്ചിത്, ഇതൊന്ന് ശ്രദ്ധിച്ചോണേ. കശ്ചിത് രാജ ആഹുകോ, ജീവത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ ജീവതി അസത്പുത്രോ എന്ന് എടുക്കണം, മനസ്സിലായോ? അല്ലെങ്കിൽ ജീവത്യസത്പുത്രോ. ഒന്നിൽ ജീവതീ അസത്പുത്രോ അല്ലെങ്കിൽ ജീവത്യസത്പുത്രോ. അവിടെ കിടക്കുന്നത് പോലെ മലയാളത്തിൽ കിടക്കുന്നത് അങ്ങനെയാണ്, ജീവത്യസത്പുത്രോ എന്ന് എടുക്കണം. ഹരേ കൃഷ്ണ. ആരാണ് വായിക്കാമെന്ന് പറഞ്ഞത്? അതൊന്നുകൂടെ പറഞ്ഞിരുന്നേ മാതാജി. അത് എടുക്കുന്നത് ഒന്നുകൂടെ പറഞ്ഞിരുന്നേ മാതാജി. ഹരേ കൃഷ്ണ. രാജാഹുഹോ ജീവതി, ഒന്നുകിൽ ജീവതി അസത്പുത്രോ എന്നെടുക്കുക, അല്ലെങ്കിൽ ജീവത്യസത്പുത്രോ. അതാണ് എളുപ്പം. ജീവത്യസത്പുത്രോ ഇത്യാ ചേർത്തിട്ട് ജീവത്യസത്പുത്രോ. കിട്ടിയോ? കശ്ചിത് രാജാഹുഹോ ജീവത് അസത്പുത്രോസ്യ ജാനുജഃ. കിട്ടിയോ മാതാജി? ചിദ്രാജാഹുഹോ ജീവത്യസത്യ അസത്പുത്രോ അസത്പുത്രോ അസത്പുത്രോ. സത്പുത്രനല്ല, അസത്പുത്രൻ. അസത്പുത്രോസ്യ ജാനുജം. അസത്പുത്രോ, അസത്യ, ഒന്നുകിൽ തീ എടുത്താലും മതി, അസതി പുത്രോ, ജീവതി അസത്പുത്രോ എന്ന് എടുത്താലും മതി, അല്ലെങ്കിൽ ജീവത്യസത്പുത്രോ അങ്ങനെ എടുക്കാം. ജീവത്യസത്പുത്രോ. കിട്ടിയോ? കച്ചിദ്രാജാഹുഗോ ജീവത്യസത്പുത്രോസ്യ ചാനുജഃ ഹൃദികാ സസുതോ ക്രൂരോ ജഗന്താഗതസാരണാഃ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ മാതാജി, വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കച്ചിദ്രാജാഹുഗോ ജീവത്യസത്പുത്രോസ്യ ചാനുജഃ ഹൃദികസ്തസുതോ ക്രൂരോ ജയന്ത ഗദസാരണാഃ
आसते कुशलं कच्चिद्ये च शत्रुजिदादयः कच्चिदास्ते सुखं राम भगवान् सात्वतां प्रभुः. हरे कृष्ण. വെരി ഗുഡ് മാതാജി. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അവിടെ ജയന്ത ഗത സാരണാഹ സാരണൻ ഇവിടെ പ്ലൂറലാണെന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞില്ലേ, സാരണാഹ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ശ്രീല ഗുരു കൃപാതിർക്കി. ഓം നമോ ഭഗവതി വാസുദേവായ. കച്ചിത്രാജുകോ രാജാഹുഗോ രാജാഹുഗോ ജീവത്യ സത്പുത്രോസ്യ ചാനജ. മാതാജി ജീവത്യസത്പുത്രോസ്യ ജാനുജ. ജീവത്യ ചാനുജ. മാതാജി പറയുമ്പം സത്പുത്രനായി പോകുന്നു. ആ സത്പുത്രനല്ല, കംസൻ ഒരിക്കലും സത്പുത്രനല്ല, അസത്പുത്രനാണെന്ന് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ജീവത്യസത്പുത്ര ജീവത്യസത്പുത്രോ അസ്യ ചാനുജ പ്രതിഗ സുസുതോ ക്രൂര ജയന്തഗതസാരണ. അടുത്തത് ആശദേ കുശലം കച്ഛതി ച ശത്രുജിതാദയ കച്ചിതാസ്തേ സുഖം രാമോ ഭഗവാൻ സാത്വതാം പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കശ്ചിത് രാജാ ആഹുഗോ ജീവത്യസത്പുത്രോസ്യ ചാനുജ ഹൃദിക സസുതോ ക്രൂരോ ജയന്തഗതസാരണാഹ ആസദേ കുശലം കശ്ചിത് യേജ ശത്രുജിതാദയഃ കശ്ചിദാസ്തേ സുഖം രാമോ ഭഗവാൻ സത്വതാം പ്രഭുഃ. അപ്പൊ ഇവിടെ ചോദിക്കുന്നു, ഉഗ്രസേന മഹാരാജാവിനും അദ്ദേഹത്തിന്റെ അനുജനും അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ? കാരണം ഒരു രണ്ട് സ്ഥലമാണ്. ഇന്നത്തെ പോലെ നമുക്ക് ഫോണിൽ വിളിച്ച് ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ആരെങ്കിലും പോയി വരണം അല്ലെ. അപ്പൊ അവര് പോയിട്ട് വന്നാൽ ഇതിനോട് ചോദിക്കും, ഇവരെല്ലാം ജീവിച്ചിരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പുത്രൻ കൃതവർമ്മനും ക്ഷേമമായിരിക്കുന്നു. അതുപോലെ അക്രൂരനും ജയന്തനും ഗതനും സാരണനും ശത്രുജിത്തിനും ഒക്കെ സുഖമാണോ? ഭക്ത സംരക്ഷകനായ പരമദ്വിതീയോത്തമ കൃഷ്ണനായ ബലരാമനും സുഖം തന്നെയല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ശ്രീലപ്രഭുപാദർ പറഞ്ഞു തന്നേക്കുന്ന ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. ഇന്നത്തെ ഡൽഹിക്ക് അടുത്തായിരുന്നു പാണ്ഡവരുടെ രാജധാനിയായ ഹസ്തിനപുരം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹസ്തിനപുരിയെ കുറിച്ച്. അപ്പൊ ആ ഹസ്തിനപുരം ഇന്നത്തെ ഡൽഹിക്ക് അടുത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. പക്ഷെ ഉഗ്രസേനന്റെ രാജ്യം എവിടെയായിരുന്നു? അത് നിങ്ങൾക്ക് അറിയാം, നമ്മൾ കേട്ടിട്ടുള്ളത് മധുരയിലായിരുന്നു ഉഗ്രസേന മഹാരാജാവിന്റെ രാജ്യം. അപ്പൊ അതുകൊണ്ട് മധുരയിലായിരുന്നു. അപ്പൊ ദ്വാരകയിൽ നിന്ന് ഡൽഹിയിൽ വന്നിട്ട് അവിടെ നിന്ന് മധുരപുരിയാണ് വൃന്ദാവനത്തിൽ എത്തേണ്ടത്. അവരുടെ സ്ഥാനത്ത് എവിടെ എത്തേണ്ടത്? അദ്ദേഹത്തിന്റെ ആരുടെ രാജ്യത്ത് എത്തേണ്ടത്? നമ്മുടെ യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജ്യത്ത് എത്തിച്ചേരേണ്ടത്. അങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് അർജുനൻ നിശ്ചയമായും ഡൽഹിയിൽ നിന്ന് അവിടെ വന്നപ്പോൾ അവിടെ മധുര സന്ദർശിച്ചിട്ടുണ്ട് ആവും വരിക എന്നുള്ളത് നിശ്ചയമാണ്. അതിനാലാണ് മധുരയിലെ രാജാവിനെ കുറിച്ച് അന്വേഷണം ചോദിച്ചത്. അപ്പൊ ഒരുപാട് പേരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ബലരാമന്റെ പേരിന് മാത്രം പരമദിവ്യോത്തമ പുരുഷൻ എന്ന പദം കൂട്ടിച്ചേർത്തു. അപ്പം ഭഗവാൻ ബലദേവൻ ശ്രീകൃഷ്ണ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷ്ണു തത്വത്തിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകാശ വിഗ്രഹത്തിലുള്ള വിസ്തരണമാകയാലാണ്. അപ്പം അതിനെക്കുറിച്ച് അങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് നമുക്ക് ശ്രീലപ്രഭുപാദർ പറഞ്ഞു തന്നിരിക്കുന്നു. എങ്കിലും പരമപുരുഷൻ ദ്വിതീയനല്ലാത്ത ഏകനാകയാൽ സ്വയം അസംഖ്യം ജീവജാലങ്ങളായി വിസ്തരണം ചെയ്യുന്നു. വിഷ്ണുതത്വ ജീവാത്മാക്കൾ പരമപുരുഷനായ ഭഗവാന്റെ വിസ്തരണങ്ങളാകുന്നു. ഇത് പ്രഭുപാദരുടെ ട്രാൻസ്ലേഷൻ പ്രധാനമായതുകൊണ്ട് ഞാനതൊന്ന് വായിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോഴേ ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാനുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷ്ണുതത്വത്തിന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രകാശ വിഗ്രഹ രൂപത്തിലുള്ള വിസ്തരണമാകയാലാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ചോദിക്കാൻ കാരണമെന്ന് പറഞ്ഞു. പരമപുരുഷൻ ദ്വിതീയനല്ലാത്ത ഏകനാണ്. അങ്ങനെ സ്വയം അസംഖ്യം ജീവജാലങ്ങളായി ഭഗവാൻ വിതരണം ചെയ്യപ്പെടുന്നു. വിഷ്ണുതത്വ ജീവാത്മാക്കൾ
പരമപുരുഷനായ ഭഗവാന്റെ വിസ്തരണങ്ങളാകുന്നു. വിഷ്ണു തത്വമുണ്ട്, ശക്തി തത്വമുണ്ട്, ശിവതത്വമുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവയെല്ലാം തന്നെ ഗുണത്തിലും അംശത്തിലും ഈ വിഷ്ണു തത്വങ്ങളെല്ലാം തന്നെ ഗുണത്തിലും അംശത്തിലും ഭഗവാൻ സമാനരാകുന്നു. എന്നാൽ നമ്മളെ പോലുള്ള സാമാന്യ ജീവാത്മാക്കളുടെ വിഭാഗം ജീവശക്തിയുടെ വിസ്തരണങ്ങളാകുന്നു. അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയണം. അവയാൽ അവ ഭഗവാൻ സമാനരേ അല്ല, അഥവാ ഭഗവാനുമായി സമമൂല്യമുള്ളവരേ അല്ല. ജീവശക്തിക്കും വിഷ്ണു തത്വത്തിനും പദവി സമത്വം കൽപ്പിക്കുന്നവരെ പാപാത്മാക്കൾ എന്ന് കരുതപ്പെടുന്നു. നമ്മളൊക്കെ പറയും ഞാനും ദൈവവും, അതും പ്രത്യേകിച്ച് കേരളീയർ എപ്പോഴും പറയും ഞാനും ദൈവവും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്താണ്? ഞാൻ തന്നെയാണ്, ഞാനും ഭഗവാനാണ്. ആരാണ്? അഹം ബ്രഹ്മാസ്മി. ഞാനും ഭഗവാനാണ്, ഭഗവാനും ഭഗവാനാണ്. അവിടെ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് സാധാരണക്കാരായ ആൾക്കാരെല്ലാം പറയുന്നത്, അല്ലെ? തത്വം അസി, അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെ തത്വം അസി. അപ്പം ശബരിമല പോകുമ്പോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കണ്ടിട്ട് അതിന്റെ അർത്ഥം എന്താണ് അതിനോട് ഉൾക്കൊള്ളുന്നത് എന്ന് മനസ്സിലാക്കാതെ ഞാനും ഭഗവാനും ഒന്ന് തന്നെ, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കെട്ടി ഈ രണ്ട് എന്താണ് കൊണ്ടുപോകാനുള്ള വെണ്ണയും നിറച്ച് കരിക്ക് തേങ്ങയും നിറച്ച് വെണ്ണയും നിറച്ച് ഈ സാധനങ്ങളും എല്ലാം കെട്ടിപ്പെറുക്കിക്കൊണ്ട് ശബരിമലയ്ക്ക് പോകുന്നത്? തത്വം അസി, നീയും ഭഗവാനും ഒന്നല്ലേ, ഞാനും നീ ഒന്നല്ലേ, പിന്നെ എന്തിനാ അവിടെ പോയി കാണുന്നത്? ഒന്നാണെങ്കിൽ പിന്നെ എന്നെ തന്നെ അങ്ങനത്തെ പോരെ. അത് മനുഷ്യർ വിചാരിക്കുന്നില്ല, അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നില്ല. അറിയാതെ ഞാനും ഭഗവാനും ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെയുള്ളവരെ ശ്രീല പ്രഭുപാദര് പറഞ്ഞേക്കുന്നത് എന്താണ്? പാപാത്മക്കളാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ ശ്രീരാമൻ, ബലരാമൻ ഭക്ത സംരക്ഷകനാണ് അവരൊക്കെ. എല്ലാ ഭക്തരുടെയും ആത്മീയ ഗുരുവായി ബലരാമൻ വർത്തിക്കുന്നു. അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യത്താൽ പതിതാത്മാക്കൾ മുക്തരാകുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമാഗമ വേളയിൽ ശ്രീ ബലദേവൻ ശ്രീ നിത്യാനന്ദ പ്രഭുവായി അവതരിച്ചു. ശ്രേഷ്ഠനും ഉത്കൃഷ്ടനുമായ ഭഗവാൻ നിത്യാനന്ദ പ്രഭു യഗ എന്നും മാധ എന്നും പേരുള്ള അങ്ങേയറ്റം ബദ്ധാത്മാക്കളായ രണ്ടുപേരെ മോചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അഹൈതുകമായ കാരുണ്യം പ്രദർശിപ്പിച്ചു. ആകയാലാണ് ഇവിടെ ബലരാമൻ ഭഗവത് ഭക്ത സംരക്ഷകൻ എന്ന് വിശേഷമായി സൂചിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ദിവ്യകാരുണ്യത്താൽ മാത്രമേ ഒരുവന് പരമദിവ്യോത്തമ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനെ സമീപിക്കാൻ അഥവാ ശ്രീകൃഷ്ണ ഭഗവാനിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ആകയാൽ ശുദ്ധഭക്തരുടെ രക്ഷകനും ആത്മീയ ഗുരുവിന്റെ രൂപത്തിൽ പ്രാദുർഭവിച്ചവനുമായ ശ്രീ ബലരാമദേവൻ ഭഗവാന്റെ കൃപാപൂർണമായ അവതാരമാകുന്നു. അപ്പൊ ഇത്രയും ഇവിടെ നമുക്ക് ശ്രീല പ്രഭുപാദര് തന്നിട്ടുള്ളതാണ്. പുസ്തകമുള്ളവര് അത് വായിച്ചു നോക്കണം. വളരെ വിശദീകരിച്ച് അദ്ദേഹം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഇതിനകത്ത് പല കാര്യങ്ങളും നോക്കാനുള്ള ഒരു ശ്ലോകമാണ്. ഞാൻ പറഞ്ഞു പാണ്ഡവരുടെ രാജധാനി, അവരുടെ രാജ്യം സ്ഥിതി ചെയ്തിരുന്നത് ഹസ്തിനാപുരം എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ? നമ്മളെ ഇതിനകത്ത് സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. ഭീഷ്മദേവൻ എപ്പോഴും ഇനി ഞാൻ ഹസ്തിനാപുരത്തിന് വേണ്ടി നിലകൊള്ളും, എന്തെല്ലാം സംഭവിച്ചാലും ഒന്നുമില്ല, ഞാൻ ഹസ്തിനാപുരത്തിന് വേണ്ടി തന്നെ നിലകൊള്ളൂ എന്ന് പറയുന്നത് സീരിയൽ കൂടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ അത് ഡൽഹിക്ക് അടുത്തായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഉഗ്രസേനനാണ് മധുരയിലെ രാജാവായിരുന്നു. അപ്പൊ അവിടെ രണ്ടും അടുത്താണ്. അപ്പൊ അവിടെ സന്ദർശിച്ചിട്ടായിരിക്കും വന്നിരിക്കുക എന്നിവിടെ പറഞ്ഞു. അപ്പം അതുകൊണ്ട് മധുരാപുരിയിലെ രാജാക്കന്മാരെ കുറിച്ച് അന്വേഷിക്കുന്നു. അതുപോലെ ഇത് പരാമർശിക്കുന്ന കൂട്ടത്തിൽ ബലരാമനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തെ പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന പദം കൂട്ടിച്ചേർത്ത് അങ്ങനെ വിഷ്ണു തത്വത്തെ കുറിച്ച് നമുക്കിവിടെ പറഞ്ഞു തന്നിരിക്കുന്നു. അപ്പൊ നമുക്ക് സാധാരണയായി 3 തത്വങ്ങളുണ്ട്. വിഷ്ണുവിൽ നിന്ന് വന്നിരിക്കുന്ന എല്ലാ വിഷ്ണു തത്വങ്ങളും ശിവതത്വവും അതുപോലെ എന്താണ് ദേവീ തത്വവും ഉണ്ട്. അപ്പൊ ഈ 3 തത്വങ്ങളും ഉണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ ഇവിടെ വിഷ്ണു തത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിഷ്ണു തത്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് അതിന്റെ പ്രകാശ വിഗ്രഹ രൂപത്തിലെ വിസ്തരണമായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഒരു ദിവസം ഏതോ ഒരു മാതാജി എന്നോട് ചോദിച്ചിരുന്നു വിലാസ വിഗ്രഹവും പ്രകാശ വിഗ്രഹത്തെ കുറിച്ചും. അപ്പൊ ഇവിടെ പ്രകാശ വിഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ഇന്നത് പറയാനുള്ള സമയമില്ല. ഭഗവാന്റെ 3 രൂപങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം, പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പലതും ഇനിയിപ്പോ ആവശ്യമായിട്ട് വരുന്നതാണ് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ. ഭഗവാന്റെ 3 രൂപം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തദേകാത്മരൂപമെന്നും അതുപോലെ സ്വയം രൂപമെന്നും ആവേശ രൂപമെന്നും 3 രൂപങ്ങൾ. ഏതൊക്കെയാണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. ഹരേ കൃഷ്ണ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഒന്നാമത്തേത് ഏതാ പറഞ്ഞത്? തദേകാത്മരൂപം. തദേകാത്മരൂപം. പിന്നെ അടുത്തത്
സ്വയം രൂപം. പിന്നെ ആവേശരൂപം. നിങ്ങൾ പറയുമ്പോൾ മറക്കാതിരിക്കാനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. തദേകാത്മരൂപം, സ്വയം രൂപം, ആവേശരൂപം. ഇത് മൂന്നും നിങ്ങളെടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളെക്കാടി വലുതൊന്നും ആയിട്ടല്ല, നിങ്ങളെ പോലെ ഒരാളാണ് ഞാന് കുറച്ചുകൂടെ വായിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. നിങ്ങളിൽ നിന്നത് പുറപ്പെടുമ്പോൾ നിങ്ങൾ മറക്കത്തില്ല. ഞാൻ എല്ലായിടത്തും അങ്ങനെയാണ്. നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാർ തന്നെയല്ല, ഇരിക്കുന്നവർ അതിനേക്കാൾ കഴിവുള്ളവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തദേകാത്മരൂപം, സ്വയം രൂപം, അതുപോലെ ആവേശരൂപം എന്ന് 3 രൂപമായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കത് മൂന്നിനെയും കുറിച്ച് പഠിക്കണം, മൂന്നിനെയും കുറിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് നിങ്ങൾ ഓരോരുത്തരും അതിന്റെ ഒരു സാഹചര്യത്തിൽ എത്തിയിട്ട് വേണം. ഇപ്പൊ ഇവിടെ ആദ്യ തൊട്ടേ ഉണ്ടായിരുന്നവരെല്ലാം ഇത്രയും വർഷമായിട്ട് കേൾക്കുകയാണ്, അവർക്കൊക്കെ കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു സമയമായി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പറയാമെന്ന് ഉദ്ദേശിച്ചത്. സ്വയം രൂപം എന്ന് പറയുന്നത് 2ആയിട്ട് തിരിയുന്നുണ്ട്. സ്വയം രൂപം എന്ന് പറയുന്നത്, ആ സ്വയം രൂപം സ്വയം രൂപമായിട്ടൊരു ഭാഗത്ത് നിൽക്കുന്നു, സ്വയം പ്രകാശമായിട്ടൊരു ഭാഗത്ത് നിൽക്കുന്നു. എങ്ങനെയാണ്? സ്വയം രൂപം സ്വയം രൂപമായിട്ട് തന്നെ ഒരിടത്ത് സ്വയം പ്രകാശമായിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പ്രകാശ വിഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അപ്പം സ്വയം രൂപമായിട്ട് നിൽക്കുമ്പം ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ, ശ്രീകൃഷ്ണൻ തന്നെ, പരമാത്മാവായിട്ടല്ല, ശ്രീകൃഷ്ണൻ, ഒറിജിനൽ ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ ഭൂലോക വൃന്ദാവനത്തിലെ എന്താണ് ദ്വിഭുജനായിട്ടുള്ള, ശ്യാമസുന്ദരനായിട്ടുള്ള, മനോഹരനായിട്ടുള്ള ആ കൃഷ്ണനെ ഊതിക്കൊണ്ട് എന്താണ് അങ്ങനെ നിൽക്കുന്ന ആ ഭഗവാനെയാണ് നമ്മള് സ്വയം രൂപത്തിൽ കാണുന്നത്. സ്വയം രൂപം തന്നെയാണ് 2ആകുന്നത്, മറക്കരുത്. കേട്ടിരിക്കുന്നവർ ഓർത്ത് വെച്ചോണം. സ്വയം രൂപം തന്നെ 2ആകുന്നു. ഒന്നാമത്തേത് ഭഗവാൻ ദ്വിഭുജനായി ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ, ശ്യാമസുന്ദര രൂപത്തിൽ ഭഗവാൻ നിൽക്കുന്നു, ഒന്നാമത്തേത്. രണ്ടാമത്തേത് സ്വയം പ്രകാശരൂപനായി നിൽക്കുന്നു. എന്തൊക്കെയാ എന്ന് പറഞ്ഞേ എല്ലാവരും? ഞാനിപ്പോ പറഞ്ഞതൊക്കെ ഒന്ന് പറഞ്ഞേ. ഹരേ കൃഷ്ണ. ആരെങ്കിലും? സ്വയം രൂപം, സ്വയം പ്രകാശം, ഭഗവാൻ, പിന്നെന്താ പറയാ, ഓർമ്മ കിട്ടുന്നില്ല പെട്ടെന്ന്. സ്വയം പ്രകാശം, സ്വയം രൂപം ആയിരുന്നു. പിന്നെ സ്വയം രൂപം 2ആയിട്ട് സ്വയം രൂപവും സ്വയം പ്രകാശവുമാകുന്നു. ആ സ്വയം രൂപത്തിലുള്ള ഭഗവാനാണ് ദ്വിഭുജനായി സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത്. അത് ഭൂലോക വൃന്ദാവനത്തിൽ കാണുന്നത് മനോഹരനായി ഇരിക്കുന്ന വിഗ്രഹമാണ് സ്വയം രൂപം. രണ്ടാമത് സ്വയം പ്രകാശമാണ്. ആ സ്വയം പ്രകാശം എന്ന് പറയുന്നത് പ്രകാശ വിഗ്രഹമാണ്. അപ്പൊ വേണും ഗുണന്തമരവിന്ദദളായതക്ഷം ബർഹാവതം സമസിതം ബുധസുന്ദരാംഗം കന്ദർപ്പകോടികമനീയ വിശേഷ ശോഭം. അതാരാണ്? ശ്രീകൃഷ്ണനാണ്. അപ്പം അങ്ങനെ സ്വയം രൂപം ശ്രീകൃഷ്ണനായിട്ട് സ്വയം രൂപമായിട്ട് നിൽക്കുന്നു. അപ്പുറത്ത് അതുപോലെ തന്നെ അദ്ദേഹം തന്നെയാണ് ബലരാമനായിട്ട് പ്രകാശ വിഗ്രഹമായിട്ട്, സ്വയം പ്രകാശമായിട്ട്, സ്വയം പ്രകാശം ബലരാമന്. അപ്പം സ്വയം രൂപവും സ്വയം പ്രകാശവും ആരൊക്കെയാണ്? കൃഷ്ണനും ബലരാമനും. അത് രണ്ടും മനസ്സിലായല്ലോ. കൃഷ്ണനും ബലരാമനും സ്വയം രൂപവും സ്വയം. അപ്പം എന്ത് വ്യത്യാസമേ ഉള്ളൂ ഇവര് തങ്ങളിൽ? എന്ത് വ്യത്യാസമേ ഉള്ളൂ? ബലരാമനും ശ്രീകൃഷ്ണനും ബലരാമനും അവർ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ എന്താണ്? വേണുഗുണന്തമരവിന്ദദളായതക്ഷം ബർഹാവതം സമസിതംബുധ സുന്ദരാംഗം, ഇല്ലേ? ആ രൂപത്തിൽ നിൽക്കുമ്പോൾ ആ രൂപത്തിന് എന്ത് കൊടുത്തിരിക്കുകയാണ്? അപ്പുറത്തെ സ്വർണ്ണ നിറം കൊടുത്തിരിക്കുന്നു. ഇവിടെ ഭഗവാൻ തമാലവർണ്ണത്തിൽ നിൽക്കുന്നു. മറ്റേടത്ത് ഏത് വർണ്ണത്തിൽ നിൽക്കുന്നു? നല്ല എന്താണ് സ്വർണ്ണ നിറത്തിൽ നിൽക്കുന്നു, രാധാറാണിയുടെ നിറത്തിൽ നിൽക്കുന്നു, അല്ലെ? അപ്പൊ അവിടെ ആ സ്വയം പ്രകാശത്തിൽ എത്തുമ്പോഴേക്ക് ബലരാമൻ എന്ത് വ്യത്യാസമേ ഉള്ളൂ? നിറം മാറി എന്നുള്ള വ്യത്യാസം മാത്രമേ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് നിർത്താൻ സമയം കഴിഞ്ഞത് കൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്കിത് എടുക്കാം. ഹരേ കൃഷ്ണ. ഈ പഠിച്ചതൊന്ന് ഓർത്തുകൊണ്ട് വരിക, ഒന്ന് മനസ്സിൽ വെച്ചിരിക്കണം പഠിച്ച കാര്യങ്ങള്. അവിടുന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കിയെടുക്കാം. ഹരേ കൃഷ്ണ.